എന്താപ്പോ ഓട്ടോറിക്ഷക്കാരൊരു പൈസ വാങ്ങി കൂട്ടല്. ആ അങ്ങാടിന്ന് ഇങ്ങോട്ട് കേറിയതിനാണല്ലോ ആ ചെക്ക 30 ഉറുപ്പ്യൻ്റെ അടുത്ത് വാങ്ങിയത്. ഇതിക്കും വേദക്ക് നടന്നാ മതിയായിരുന്നു. എന്നാലും ഇത്ര കണ്ട് ഓട്ടോ ചാർജ്. വല്ലാത്ത മിടുക്കം തന്നെയാണ്. ഓൻ കുടുംബം പോറ്റാനേ പഠിച്ച ചെക്കനാണ്. അല്ലേ എന്താ ഈ ഒരു പെരന്റെ വാതില് മലക്ക് തുറന്നിട്ടിക്കണ ഈ പെണ്ണുങ്ങള്. അതെങ്ങനെ ചോദിച്ചാനും പറയാനേ പെരന്റെ ഉള്ളിലേ ആണുങ്ങള് വേണ്ടേ? പെൺഭരണല്ലേ? എന്തേലും ചോദിച്ചാലും പറഞ്ഞിട്ടുണ്ടെങ്കില് ഞമ്മളി വേണമെങ്കിൽ ചവിട്ടി പുറത്താക്കും. ഒന്നും ഉണ്ടാൻ പറ്റൂല. ആ ഷായിന തന്നെ പെണ്ണ് എന്താ സാധനം എന്നറിയാം. നാക്കി ഈ മോളാണ്. ഇമ്മുവാ ഇമ്മുവാ എന്തത്താ ഈ പെണ്ണ് വിളിയാക്കാത്ത്? ഇമ്മുവാ ആരാ പോന്നേക്കണ? അമ്മായി വരുന്ന് പറഞ്ഞു വന്നാ രാവിലെ തന്നെ വന്നിക്കണ. ആ അമ്മായി ആയിന്നാ. എന്നിട്ട് എന്തെങ്കിലും അവിടെ തന്നെ നിക്കണേ? ഇങ്ങോട്ട് കേറി വരിയേ. ആ അല്ല എന്റെ പെൺകുട്ടിയെ അറിയാൻ പാടി ഞാനോട് ചോദിക്കാണ്. നിങ്ങള് ബുദ്ധി ബോധമൊക്കെ പോയോ? ഈ പെരന്റെ വാതിൽ ഇങ്ങനെ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ ഈ പെരന്റെ ഉള്ളിലെ ആരെങ്കിലും കേറി കൂടിയാലേ ആരിച്ചിപ്പോ ഇതിന്റെ ഉള്ളിലേക്കൊക്കെ ആര് കേറി കൂടാൻ അമ്മായിയെ? അങ്ങനെ കേറി കൂടിയാലേ ഇതിന്റെ ഉള്ളിൽ നിന്നൊക്കെ എന്തെടുത്ത് കൊണ്ടുപോവാനാ? അവർക്ക് പറ്റിയ സാധനങ്ങളൊന്നും ഇപ്പൊ ഇല്ല ഇതിന്റെ ഉള്ളില്. ആ കള്ളന്മാരുണ്ടല്ല, എടുത്ത് കൊണ്ടുപോകാൻ മാത്രല്ല കേറി കൂടുക, പലേനും കേറിക്കൂടും. ഇജ്ജ് വല്ലാതെ അങ്ങോട്ട് കണ്ണുർട്ടണ്ട. ഞാൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ഞാൻ പോയിട്ടേ എന്റെ ഈ പർദ്ദൊന്നേ ഊരിട്ടിട്ട് വരാം. എന്താ കുട്ടിയാ ഈ നടക്ക ഈ അയലും ഇങ്ങനെ കെട്ടിയിട്ടിക്കണ്? ഇതങ്ങോട്ട് ഊരിട്ടൂടെ എനിക്ക്? 2-3 ദിവസം കഴിഞ്ഞിട്ടേ ആളും പാളും കൂടൂലേ? ഇതൊക്കെ ഇപ്പൊ ചെയ്താലല്ലേ അപ്പൊക്ക് നേരാവുള്ളൂ. അതെങ്ങനെ? നല്ല കാര്യത്തിനൊന്നേ അന്റെ തലയിൽ ബുദ്ധി തിക്കൂലല്ല. ഇത് ആളും പാളും കൂടിയുണ്ട് ഈ അയലും ഇങ്ങനെ കെടുക്കണത് കാണുക നാണക്കേടല്ലേ? ഒരരിക്ക കെട്ടുക, അതൊന്നുമില്ല. ഈ നടുക്ക് ഇങ്ങനെ കെട്ടി വെക്കന്നെ. ഇജ് പോയിട്ടേ ഇക്ക് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തേക്ക്. ഞാൻ അതൊന്ന് മാറ്റിയിട്ടിട്ട് വരാം. നല്ല ഉപ്പിട്ടട്ടാ. ആ നിങ്ങൾ നാളെ പർദ്ദ മാറ്റിയിട്ട് വരി. ഞാൻ അടുത്തൊക്കെ കഞ്ഞിവെള്ളം. ഇതിനിപ്പം എന്തിനങ്ങനെ ഇപ്പൊ തന്നെ കെട്ടിയെടുത്തിക്കണത്? അത് കല്യാണത്തിന് തലേന്ന് വന്നാ പോരായിരുന്നു. ഞാൻ അത് ഇതും പറഞ്ഞ എന്റെ തലക്കൊരു സുഖം ഉണ്ടാവില്ല. അല്ലെങ്കിലും മനസ്സിന് തലക്ക് സ്വസ്ഥതയും. ഇല്ല, വിരുന്നുകാരൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല. ഇവിടെ ആകെ വകയിലുള്ള ഒരു അമ്മായി മാത്രം വന്നിട്ടുള്ളൂ. അവിടെ എങ്ങനെ എല്ലാരും വന്ന് തുടങ്ങിയോ? ആ ഇല്ല, മൈലാഞ്ചി ഒന്നും ഇട്ടിട്ടില്ല. അതൊക്കെ കല്യാണത്തിന് തലേന്ന് ഇടാച്ചിട്ടാ. ഇനിയില്ല, ടൈം കിടക്കണ്. ഇക്ക് കുറച്ച് കഴിഞ്ഞാലേ ടൗണ് വരെ ഒന്ന് പോണം. ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കാണ്ട്. എന്റെ കണ്ണ് ചൊറിച്ചില് പിന്നെയും കൂടിയേക്കണ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ കണ്ണട ഇടാറില്ല. കണ്ണട എന്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടി. അതിന്റെ ശേഷം കണ്ണ് ചൊറിച്ചില് വീണ്ടും വന്നിട്ടുണ്ട്. വേണ്ട വേണ്ട, ഇക്ക വരുമൊന്നും വേണ്ട. എടി ഷായി. ആ ഫിനു, ഇക്ക ഞാൻ പിന്നെ വിളിക്കട്ടോ, എന്റെ ഫ്രണ്ട് വന്നിക്കണ്. ആ ഓക്കെ ശരി. ഡി പ്രസവത്തിന് ഡേറ്റ് എടുത്തിട്ടാണോ ഡി ഈ ഇങ്ങനെ ഇറങ്ങി നടക്കണത്? ആരാടി ഫോണില്? അന്റെ ഒക്കെയാണ്. ഞാനേ കല്യാണപ്പണിനൊന്ന് കാണാൻ വേണ്ടി വന്നതാ. അന്റെ കല്യാണത്തിന് മിക്കവാറും ഞാന് ഹോസ്പിറ്റലിലാവും മോളെ. അതിന്റെ എല്ലാ ലക്ഷണങ്ങളെ എന്റെ ശരീരം കാണിച്ചു തുടങ്ങിയേക്കണം. എന്നിട്ടേ അന്റെ ഇക്കെ എന്ത് പറയണ കാര്യം? എന്ത് പറയാനാ? എന്നും പറയണ പോലെ തന്നെ. അല്ലടി, എനിക്ക് വേദന ഉണ്ടെങ്കിലേ ഹോസ്പിറ്റലിൽ പോയിക്കൂടെ? ഈ വേദന സഹിച്ച് ഇങ്ങനെ നിക്കണ? അങ്ങനൊന്നും ഇല്ലടി. ഇടക്കും തലക്കൊക്കെ ചെറുതായിട്ടൊരു വേദന വന്നുങ്ങാണ്ടും പോയിങ്ങാണ്ടും നിൽക്കും. നല്ല വേദന വന്നിട്ട് പോവാച്ചിട്ടാണ്. അവിടെ പോയിട്ടുണ്ടെങ്കിലേ നഴ്സുമാര് അതും ഇതൊക്കെ ചെയ്തുങ്ങാണ്ട് മനുഷ്യനിട്ടുങ്ങാണ്ട് ഇടങ്ങറാക്കും. എല്ലാരും പറഞ്ഞു കേട്ടിക്കണ് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട്. നയിക്കും നല്ലോണം വേദന വന്നിട്ട് പോവുകയാണല്ലോ. ഈ കേസ് കൊടുത്തില്ലേ പൈസ കിട്ടാൻ വേണ്ടിയിട്ട്? എന്നോട് എൻ്റെ അമ്മ പറഞ്ഞ് അന്റെ അമ്മാനോട് ഇങ്ങനെ മിണ്ടാതെ നിക്കണ്ടട്ടോ.
പാവാടി, അത് അപ്പത്തെ ഒരു ബുദ്ധിമോശത്തിന് ചെയ്തതാവും. അതിന് ഇജ്ജിങ്ങനെ അതിനോട് കുറുമ്പ് പിടിച്ച് നിക്കണ്ട, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് വാശി കൂടുതലാ. ഈ അത് വിടടി, ശരിയായിക്കോളും പതുക്കെ പതുക്കെ. പെട്ടെന്ന് അങ്ങണ്ടേ അത് ശരിയാവൂല. ഇന്നാലിന്റെ മളെ, അന്റെ ബുദ്ധി പോയൊരു പോക്കാ ഞാൻ ആലോചിച്ചു നോക്കണത്. 15 ലക്ഷമൊക്കെ ഒറ്റയടിക്ക് ഒരാൾക്ക് എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞാല് വല്ലാത്തൊരു പെമ്പർന്നോളാട്ടോ ചേച്ചി. എവിടുന്ന് എനിക്ക് ഇമാതിരി ബുദ്ധിയൊക്കെ കിട്ടിയത്? ആർക്കും കിട്ടാത്തൊരു ബുദ്ധിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എനിക്ക് ചിറി വന്നത് അതൊന്നും ആലോചിച്ചിട്ടല്ല. എന്റെ അമ്മായിമ്മ പറഞ്ഞപ്പോൾ ഇജ്ജ് കൂറിത്തള്ളനോട് വിളിച്ചിട്ട് എന്തേ പറഞ്ഞത്? ഞാനാണ് പൈസ കൊടുക്കാൻ പറഞ്ഞിക്കണെന്ന് ഇജ്ജ് ആരോടും പറയരുതിട്ടോന്ന്. എന്നിട്ട് ഓളോ വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞും ചെയ്തു. അപ്പൊ ആരാ ഇതിന് പൊട്ടക്കായത്? ഇജന്നല്ലേ. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞ്. കേസ് കൊടുത്തില്ലോ അവന്റെ പേരില്. അല്ലമ്മോ, കല്യാണം ആകുമ്പോത്തിന് പൈസ കിട്ടുവോ? അല്ല, പണ്ടത്തിനൊക്കെ എന്താ കാട്ടണ്? പൈസ അത് കൊടുത്താലല്ലേ ജ്വല്ലറിന്ന് പണ്ടം കിട്ടുള്ളൂ. അല്ലാതെ നമ്മള് വെറുതെ ചിരിച്ചെടുത്താ ഒരു പണ്ടം തരൂലല്ലോ. ഒരു കാര്യം ചെയ്യാ, അപ്പോത്തിന് പൈസ കിട്ടിയില്ലാന്നുണ്ടെങ്കില് ഗ്യാരണ്ടി പണ്ടം ഇട്ട് കൊടുക്കുക. അല്ല ഇപ്പൊ എന്താ കാട്ടുക? ഏ അതൊന്നും ശരിയാവില്ല. ഓൾക്ക് മുക്ക് പണ്ടൊക്കെ എങ്ങനെ കൊടുക്കല്? ഇതിപ്പോ ശരിയാവില്ല എന്ന് പറഞ്ഞാലേ എങ്ങനെ കാര്യം നടക്കല്? 10-30 പാവം പണ്ടെടുത്ത് കൊടുക്കാനുള്ള പൈസ എന്റെ കയ്യിലുണ്ടാ? ഉണ്ടായിരുന്ന പൈസ അല്ലേ ജോനക്ക് എടുത്തു കൊടുത്തത്? അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിന്ന് എനിക്ക്? ഇനിയിപ്പോ ഞാൻ പറഞ്ഞതിലേ മാർഗമുള്ളൂ. മുക്ക് പണ്ട് ഇട്ടുങ്ങാണ്ട് ഓളാണ്ട് പെണ്ണിറക്ക. ഷായിനെ അറിയണ്ട, ഞമ്മള് രണ്ടാളും കൂടി പോയി കണ്ട് വാങ്ങിയാൽ മതി. എന്നാലും മുക്ക് പണ്ടൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ഷായിന് സമ്മതിക്കൂല. പിന്നെ പോള അറിയാതെ കൊടുക്കാന്ന് പറഞ്ഞാല് അത് നമ്മൾ ഇനി ഓളോട് ചെയ്യുന്ന ചതിയല്ലേ. ഇപ്പൊ തന്നെ ഓൾക്ക് എന്നോട് മുണ്ടാട്ടൊന്നും ഇല്ല. ഓളെ കെട്ടാൻ പോണ ചെക്കനോട് നമുക്ക് പറഞ്ഞോളെ. ഇതിലൊന്നും ഒരു മാനക്കേടും ഇല്ല. എത്ര പോലെ ആൾക്കാർ ഇപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മൾ മാത്രം ഇപ്പൊ അങ്ങനെ ചെയ്യണത്. പൈസ കിട്ടിയിട്ടേ പണ്ടം കൊണ്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലുമല്ലോ, അപ്പോൾ അറിഞ്ഞാ മതി. ഇതിലൊന്നും ഇപ്പൊ അങ്ങനെ ഒരു മാനക്കേടും ഇല്ല. എനിക്കൊരു മാനക്കേട് ഉണ്ടായിട്ടേ തോന്നണില്ല. അങ്ങനെ എത്ര പോലെ പെൺകുട്ടികളെ കെട്ടിക്കുന്നുണ്ട്. ഇന്റെ അറിവിൽ തന്നെ ഞങ്ങൾ അയൽവാസിയിലെ ഒരു പെൺകുട്ടീനെ തീരെ പണ്ടല്ലാതെയാണ് ആ ചെക്കൻ കെട്ടിക്കൊണ്ടായത്. അല്ലെങ്കിൽ ഇപ്പത്തെ ചെക്കന്മാർക്ക് പണ്ടത്തിനോടൊന്നും ആർത്തിയില്ല. പിന്നെ നമ്മളെ മാന്യതക്ക് നമ്മൾ പണ്ടം കൊടുക്കാന്ന് അങ്ങോട്ട് പറയും. ഇല്ല ഞാൻ ഇപ്പൊ എന്ത് കാട്ടുക? ആ ചെക്കനോട് മാത്രം നമുക്ക് പറയാം. ഓളെ അമ്മായിമാനോടും പറയണ്ട, ഓളോടും പറയണ്ട. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നമായാലോ. പണ്ടം കൊണ്ട് ചെല്ലുമ്പോ മാത്രം അറിഞ്ഞാൽ മതി. കല്യാണം കഴിഞ്ഞ ഒരാഴ്ച കഴിയുമ്പോത്തിനൊക്കെ കിട്ടുകേക്കാരോ. ഇപ്പൊ എന്താ കാട്ടുക? ഇങ്ങനെ തുറച്ചു നോക്കിങ്ങാണ്ട് അത് ശരിയാവോന്ന് ചോദിച്ചാ പിന്നെ എന്താ ചെയ്യല്? അതൊക്കെ ശരിയാവും. അങ്ങോട്ട് ശരിയാക്കൽ തന്നെ പണി. അല്ലാതെ ഇപ്പൊ ഇങ്ങനെ തുറച്ചു നോക്കിയോണ്ട് കാര്യമൊന്നും ഇല്ല. ഇത്ര വലിയ കള്ളത്തരച്ചി ചെയ്തില്ലേ പെരന്റെ ഉള്ളിൽ മക്കളറിയാതെ. അപ്പൊ ഇതും ചെയ്തിക്കണിച്ചിട്ട് യാതൊരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ആ പെണ്ണ് കല്യാണം വേണ്ടാതെ അങ്ങോട്ട് ഇവിടെ ഇരിക്കും. എന്റെ മകൾക്കാന്നുണ്ടെങ്കിലോ പുടിവാശി കുറച്ച് കൂടുതലാണ്. ഉള്ള കാര്യം ഞാൻ മുഖത്തോക്കി പറയാം. എന്റെ മകൾക്ക് ഈ കാര്യത്തിലൊക്കെ കുറച്ച് അഹങ്കാരം കൂടുതലാണ്. പിന്നെ എന്റെ മാപ്പിള എന്നെ ഇട്ടെറിഞ്ഞ് പൊയ്ക്കണിച്ചിട്ടേ നാട്ടിലുള്ള എല്ലാ ചെക്കന്മാരും അങ്ങോട്ട് ഇട്ടെറിഞ്ഞ് പോവല്ലേ. ഈ കണ്ണി കണ്ട സിനിമ ഒക്കെ കണ്ടിട്ടേ അയിത്ത ഓരോന്ന് കാട്ടി കൂട്ടുകയാണ്. കാലാകാലം അതേപോലെ ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരാണിന്റെ തുണയാതെ ഒരു പെണ്ണിന് ഭൂമിയിൽ ജീവിക്കാൻ പാടാണ്. അത് ഭയങ്കര പാടാണ്. ഓൾക്കൊരു കുട്ടിനെ വേണമെന്ന് തന്നെ ഓളെ ഇവിടുന്ന് കുട്ടിനെ ഉണ്ടാക്കല് അല്ല. പിന്നെ ഒരു ചൊല്ലുണ്ട്, എന്താണ്? ഇരിക്കാൻ കൂരയെങ്കില് വലിയ വലിയ ചിന്തകളും ആഗ്രഹങ്ങളാണ് ഉമ്മാക്കും മക്കൾക്കും. പിന്നെ മുക്ക് പണ്ട് എടുക്കാൻ പോകുമ്പോളേ ഇക്ക് 2 കടകവാളിയും ഒരു ചെയിനും വേണട്ടോ. ഈ കല്യാണത്തിനൊക്കെ ആൾക്കാർ കൂടുമ്പോളേ ഇച്ച് കണ്ടിയില്ലേ ഇതിന്റെ കയ്യും കഴുത്തൊക്കെ ഒഴിഞ്ഞു കിടക്കണ്. ഇക്ക് 2 വേണം. അതിന് തോനെ പൈസ ഒന്നും ആവൂല. ഞാൻ അതിന് പിശുക്കത്തരം കാട്ടല്ലേ. ഒന്നല്ലെങ്കിലേ എന്റെ മാപ്പിളുടെ വകയത്തെ ഒരു പെങ്ങളാണ്. ആ ബോധം എനിക്ക് വേണം. ഞാൻ കുറച്ചേരം പോയിട്ട് എടുക്കട്ടെ. ഇമ്മോ, ഇജ് മീൻകാരൻ വന്നിട്ട് മീൻ വാങ്ങുമ്പോളേ വെത്തള് വാങ്ങിയാൽ മതി കേട്ടോ. എനിക്ക് വേറെ ഒന്നും വേണ്ട. വെത്തള് കൂട്ടാനേ കൊറേ കാലം ഇക്കണ് പോതി. അവിടെ വരുന്ന മീൻകാരുടെ അടുത്തൊന്നും വെത്തളം ഉണ്ടാവില്ല. ഈ മത്തി അയില് മാത്രം ഉണ്ടാവുള്ളൂ. പിന്നെ അത് നല്ലോണം മുരിച്ചാണ്ടിട്ടാ പൊരിക്കുമ്പോൾ ഞാൻ അച്ചലക്ക് എണ്ണയിൽ ഇട്ടുങ്ങാണ്ട് കോരി എടുക്കണ്ട. ഇക്ക് അത് വയറിന് തേക്കൂല.
ഇനിയിപ്പോ വെത്തളിന് ഞാൻ എടുക്കുവാനാണ്. പോവും ഒരു സൂചി നൂലും കിട്ടുകയാണെങ്കിൽ തളന്റെ തൊള്ള ഞാൻ തുന്നി കെട്ടിയത്. ഇനി മക്കളെ ഓരോന്ന് പറയാനായിട്ട് ഒരൊറ്റ ഒന്ന് കഷ്ടകാലം ഉണ്ടാവുന്ന സമയത്തും കൊണ്ട് വരൂല. എന്നാലും എന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പം മുണ്ടി പോഞ്ഞെത്തും. എന്നാ വന്നാലും പോരെ, തൊള്ളയും പൊട്ടിയിരുന്നാ പോരെ. ഇനിയിപ്പോ ആ പെണ്ണിന്റെ തൊള്ളേന്ന് എന്തെങ്കിലും കേൾക്കുവാണോ? പിറുപിറുന്നനെ പറഞ്ഞിട്ട് ഇനിയിപ്പോ 2-3 മാസം കഴിഞ്ഞാലേ എന്റെ വയറ് ഇതേപോലെ ആവൂലേ. അപ്പൊ ഞാൻ എന്റെ കുട്ടി എന്റെ ഷാഫിയാക്കിയും കൂടി വരണ്ട എന്നെ കാണാന്. ഒന്ന് പോ പെണ്ണവിടുന്ന്. എന്റെ ഒരു വളിഞ്ഞ കോമഡി. ഡാ ഈ മേഘം വന്നിട്ട് വേണേ എന്റെ ഉമ്മാനെ നമുക്കൊരു പാഠം പഠിപ്പിക്കാനിട്ടാ. കുറച്ച് കുറുമ്പ് കൂടുതലാടാ എന്റെ ഉമ്മാക്ക്. എന്താ ഫിനു, എനിക്കെന്താ വേദന ഉണ്ടാ? അറിയില്ലടി, എന്റെ ഊര നാവിയൊക്കെ ഭയങ്കര വേദന. ഷായ, ഞാൻ എൻ്റെ ഉമ്മാനൊന്ന് വിളിക്കടി. ആ ഞാൻ വിളിക്കാം, ഞാൻ എൻ്റെ ഉമ്മാനെയും വിളിക്കാം. ഇമ്മ ഇമ്മ എടിക്കരയല്ലേ ഉമ്മ പോര്, ഞാനോട് അപ്പോഴേ പറഞ്ഞല്ലേ ഇങ്ങനെ ഇറങ്ങി നടക്കണ്ടെന്നുള്ളത്. ഇമ്മ അവിടെ ഒന്ന് വരി. എന്താ മക്കളെ, എന്താ പറ്റി? എന്താ ഫിനുവിന് ലേബർ വേദന തോന്നുന്നു. ഞാൻ അവളെ ഉമ്മാനെ വിളിക്കട്ടെ, നിങ്ങൾ ഇവിടെ നിന്ന് ഇരിക്കി. ഇമ്മ എനിക്ക് തീരെ വയ്യ. എന്റെ കുട്ടി വായണിക്ക് അങ്ങോട്ട് കൊലായ്മക്ക് ആക്കി തരാം. ഇമ്മ കുഞ്ഞിറങ്ങി വരുന്ന പോലെ പേടിയാവണ്. ഇല്ല മോളെ, കുട്ടി ഒന്ന് ഇറങ്ങി വരണേ. എന്റെ കുട്ടിക്ക് തോന്നാണ്. എന്റെ ഉമ്മാനെ വിളിക്കാൻ പോയിക്കണില്ല. ഷായി ഇപ്പൊ വരും. എന്റെ കുട്ടി നീക്ക്. പഠിച്ചോനെ ഇനിയിപ്പൊ എന്താ ചെയ്യ? ഇപ്പൊ എന്നെ അവിടെ ഓളെ ഉമ്മാനെ വിളിക്കാൻ പോയിട്ട് അമ്മായിയേ അമ്മായിയേ നിങ്ങളൊന്ന് ഇവിടെ വരി. നിങ്ങൾ നീക്കും മാരെ കുട്ടി. ബായ്. ഷായിനാന്റെ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും അസ്സലാമ.